MT വാസുദേവൻ നായരുടെ വീട്ടിൽ മോഷണം നടത്തിയ പ്രതികൾ പിടിയിലായിരിക്കുന്നു. വീട്ടിലെ പാചകക്കാരിയും ബന്ധുവുമാണ് പിടിയിലായത്. ഇരുവരെയും നടക്കാവ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യുന്നു. 26 പവൻ സ്വർണ്ണമാണ് MTയുടെ വീട്ടിൽ നിന്ന് പ്രതികൾ കവർന്നത്. സാനിയോ മനോമി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സാനിയോ മനോമി, ആ വാർത്ത വന്നപ്പോൾ തന്നെ നമ്മൾ സംശയിച്ചിരുന്നതാണ്. വീടിന്റെ പുറത്തുനിന്നും ഒരാൾ വാതിൽ തകർക്കാതെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ, അലമാരയിൽ മറ്റൊന്നും വലിച്ചുവാരിയിടാതെ സ്വർണം മാത്രം മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ സ്വർണം അവിടെയുണ്ടെന്നറിയാവുന്ന ആരോ ഒരാളായിരിക്കണം. ഇപ്പോൾ അതിന് ഉള്ള ഉത്തരമായിരിക്കുന്നു. സാനിയോ മനോമി, ആരൊക്കെയാണവർ, എങ്ങനെയാണ് ആ കൃത്യം നടത്തിയത്, എന്താണ് പോലീസ് നൽകുന്ന വിശദീകരണം? അരുൺ, പോലീസ് കൃത്യമായ വിശദീകരണമാണ് നൽകുന്നത്. അതായത് പാചകക്കാരിയായ MTയുടെ വീട്ടിലെ പാചകക്കാരിയായ ശാന്ത, അതുപോലെ ബന്ധു പ്രകാശൻ, ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ ഒരു മോഷണം ആസൂത്രണം ചെയ്തത് എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം. ഇവരെ രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് നടക്കാവ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തു വരികയാണ്. 12:30 പോലീസ് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇവരെ അറസ്റ്റ് ചെയ്തതടക്കമുള്ള കാര്യങ്ങൾ ആ സമയത്ത് വിശദീകരിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ കൃത്യമായി ഇത് വീടിന്റെ വാതിലുകൾ തകർക്കാതെ, അലമാര വലിച്ചുവാരിയിടാതെ വളരെ കൃത്യമായി നടത്തിയ ഒരു മോഷണമാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസിന് സംശയമുണ്ടായിരുന്നത്. പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു MTയുടെ വീടുമായി വളരെ അടുപ്പമുള്ള ഒരാളാണ് ഇത് ചെയ്തതെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു. മാത്രമല്ല, MTയുടെ ജ്ഞാനപീഠ പുരസ്കാരം അടക്കം വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം ഉള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഇത് പോയത്. അതുകൊണ്ട് തന്നെ കൃത്യമായി സ്വർണവും വിലപിടിപ്പുള്ള രത്നങ്ങളും എടുക്കാൻ വേണ്ടി തന്നെയാണ് ഇത് ചെയ്തതെന്ന് പോലീസിന് ആദ്യഘട്ടം മുതൽ തന്നെ നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള വീടുമായി ബന്ധപ്പെടുന്ന ആളുകളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തിയത്. CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഈ രണ്ടുപേരെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇവർക്ക് 22-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് സ്വർണം കാണാതായത് എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം മാത്രമേ MTക്കും ദിവസങ്ങളിൽ ഈ പാചകക്കാരിയും ഈ ബന്ധുവും ആ വീട്ടിലെത്തിയിട്ടുണ്ട് എന്നുള്ളത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണല്ലേ? അങ്ങനെയാണ് പോലീസ് പറയുന്നത്. അതായത് 22-ാം തീയതിക്കും 30-ാം തീയതിക്കും ഇടയിലാണ്. എന്നാണെന്ന് MTക്കും ഉറപ്പ് പറയാനാവുന്നില്ല. MTക്കും കുടുംബത്തിനും ഉറപ്പ് പറയാനായിട്ടില്ല. കാരണം ഒരു അക്കൗണ്ട് മാറുന്നതുമായി ബന്ധപ്പെട്ട് ലോക്കറിലായിരുന്നു ഈ സ്വർണം ഉണ്ടായിരുന്നത്. ലോക്കറിൽ നിന്ന് വീട്ടിലേക്ക് എടുത്തുകൊണ്ടുവച്ചു. അതടക്കം കൃത്യമായി അറിയുന്ന പ്രതികളാണ് ഈ രണ്ടുപേരും. അങ്ങനെ ലോക്കറിൽ മാറ്റുന്നതിന്റെ ഭാഗമായി പിന്നീട് മാറ്റാനായി സ്വർണം നോക്കിയപ്പോൾ അത് കാണുന്നുണ്ടായിരുന്നില്ല. പിന്നീട് മകളുടെ ലോക്കറിൽ വെച്ചു പോയോ എന്ന സംശയത്താലാണ് പോലീസിനെ അന്ന് അറിയിക്കാതിരുന്നത്. എന്നാൽ പിന്നീട് മകളുടെ ലോക്കറിലും ഇല്ല എന്നറിഞ്ഞതിനെ തുടർന്നാണ് പോലീസിനെ അറിയിക്കുകയും അങ്ങനെ കേസെടുക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. CCTVയിൽ അടക്കം ഇതിന് കൃത്യമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറെക്കാലമായി MTയുടെ വീട്ടിൽ പാചകം ചെയ്യുന്ന ആളാണോ ഈ പാചകക്കാരി? എത്ര കാലമായി എന്നതിനെ സംബന്ധിച്ച് പോലീസ് ഇപ്പോൾ വിശദീകരണം നൽകുന്നില്ല. അതായത് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്, അതിന്റെ തിരക്കുകളിലാണെന്നാണ് പോലീസ് പറയുന്നത്. ഈ കുടുംബവുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളാണോ ഈ പ്രകാശനോ മറ്റോ? ബന്ധു എന്ന് മാത്രമാണ് പോലീസ് പറയുന്നത്. അടുത്ത ബന്ധമുള്ളയാളാണോ അല്ലെങ്കിൽ ഏതെങ്കിലും അകന്ന ബന്ധത്തിലുള്ള ആളുകളാണോ എന്ന കാര്യവും വ്യക്തമല്ല. ഇദ്ദേഹമാണ് ഈ പാചകക്കാരിയെ കൊണ്ടുവന്ന് കൊടുത്തത് എന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സാനിയോ, എന്തായാലും ടീച്ചറോടും കൂടി ഒന്ന് ചോദിക്കൂ, ഈ പ്രകാശിന്റെ ബന്ധുത്വം എന്താണ് എന്നുകൂടി നമുക്കൊന്ന് അറിയണം. മാത്രമല്ല, ഈ പാചകക്കാരി ഏറെക്കാലമായി MTയുടെ വീട്ടിലുണ്ടായിരുന്ന ഒരാളാണോ? അങ്ങനെയാണെങ്കിൽ ചെയ്ത് വളരെ മോശമായി, അല്ലെങ്കിൽ ചെയ്ത് മോശമായി പോയി. 26 പവൻ സ്വർണ്ണമാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്, MTയുടെ വീട്ടിൽ നിന്ന് എന്നുള്ളതാണ്. ലോക്കറിൽ വെച്ചിരുന്ന സ്വർണം അലമാരയിൽ വെച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പം മാത്രമല്ല, വീടിന് പുറത്തു നിന്ന് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല, ഒരു വാതിലും തകർത്തിട്ടില്ല, ഒരു പഴുതും ജനലിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായും പുറത്തുനിന്ന് ഒരാൾ അകത്തേക്ക് വന്നിട്ടില്ല എന്നത് പോലീസിന് മനസ്സിലായി. മാത്രവുമല്ല, ഈ അലമാരയിൽ ഒന്നും വലിച്ചുവാരിയിടാതെ കൃത്യമായി സ്വർണം അവിടെ നിന്ന് എടുത്തു, അത് മോഷ്ടിച്ചുകൊണ്ട് പോയി. വളരെ പെട്ടെന്ന് എന്തായാലും പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നു. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളൊക്കെ അല്പം ടെൻഷൻ അടിച്ചു പോയതാണ്. MTയുടെ ജ്ഞാനപീഠം അടക്കമുള്ള പുരസ്കാരങ്ങൾ ഇവിടെയുണ്ട്, അതൊന്നും തൊട്ടില്ല. സ്വർണ്ണമാണ് വേണ്ടിയിരുന്നത്, അതെടുത്തു. 26 പവൻ സ്വർണം അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ.